ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പോക്കറ്റിൽ എപ്പോഴും പണം നിറഞ്ഞിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ അടുക്കളയിലുള്ള ഈ ഒരു സാധനം മതി മാറ്റം കണ്ടു തുടങ്ങാൻ. ഇത് ആരോടും പറയരുത്. പക്ഷേ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇത് ചെയ്തോളൂ. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരുന്ന വഴി കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പണം കയ്യിൽ നിൽക്കാത്തതിന് പിന്നിൽ ചില നെഗറ്റീവ് ഊർജ്ജങ്ങളുണ്ടാകാം. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള കല്ലുപ്പും നാണയവും ചേർത്ത് വെച്ചാൽ സംഭവിക്കുന്ന അത്ഭുതം എന്താണെന്ന് അറിയാം. ഇത് വെറുമൊരു വിശ്വാസമല്ല, പുരാതനമായ രഹസ്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ ദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ആ ഭഗവാന്റെ നാമം എഴുതിയിട്ടാൽ നമുക്ക് ഒരുമിച്ച് ഈ പോസിറ്റീവ് എനർജി പങ്കുവയ്ക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ കല്ലുപ്പ് തിരഞ്ഞെടുക്കുന്നത്? സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപ്പ് ലക്ഷ്മി ദേവിയുടെ അംശമായിട്ടാണ് കരുതപ്പെടുന്നത്. നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഉപ്പിനുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യവും തടസ്സങ്ങളും നീക്കാൻ ഉപ്പിനേക്കാൾ മികച്ച മറ്റൊരു ഔഷധമില്ല. ഇതിനോടൊപ്പം ഒരു നാണയം കൂടി ചേരുമ്പോൾ അതൊരു കാന്തം പോലെ പണത്തെ ആകർഷിക്കുന്നു. ഈ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഒരു ചെറിയ ചില്ല് പാത്രം, ഗ്ലാസ് ബോൾ എടുക്കുക. പ്ലാസ്റ്റിക് പാത്രം ഒഴിവാക്കുക. അതിൽ 1/4 ഭാഗത്തോളം കല്ലുപ്പ് നിറയ്ക്കുക. ആ ഉപ്പിന് മുകളിൽ തിളക്കമുള്ള 1 രൂപയുടെയോ 5 രൂപയുടെയോ നാണയം വയ്ക്കുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ വയ്ക്കുക. ആരും കാണാതെ വേണം ഈ കർമ്മം ചെയ്യാൻ. ഓരോ മാസവും ഈ ഉപ്പ് മാറ്റി പുതിയത് വയ്ക്കുക. പഴയ ഉപ്പ് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയുക. പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ നടക്കുമോ എന്ന്. നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് പ്രധാനം. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഉപ്പ് വായുവിലെ അശുദ്ധിയെ നീക്കം ചെയ്യുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. അത് സ്വാഭാവികമായും സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കും. പലരും ഈ കാര്യം ചെയ്ത് നല്ല അനുഭവങ്ങളാണ് ഇതുവരെയും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇന്ന് തന്നെ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതിന് വലിയ പണച്ചെലവൊന്നുമില്ല, നമ്മുടെ ഒരു വിശ്വാസം മാത്രം മതി. അപ്പോൾ ഇത് ഏവരും ഒന്ന് ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പ്രത്യേകം ഓർക്കണം. കഠിനാധ്വാനവും നമ്മുടെ ശരിയായ കർമ്മവുമാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു പോസിറ്റീവ് ഓറ നൽകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.